ഹേ ഗായ്സ് ദേ നമ്മളിന്നൊരു ചലഞ്ചായിട്ടാണ് നമ്മൾ ഇന്നിരിക്കണം. കൂടെ മവീഷ് വേലായത് ഇത് നമ്മുടെ എല്ലാ ഫാമിലി മൊത്തം ഉണ്ട്. ഇവിടെ ഒരാളുണ്ട്, യൂട്യൂബില് വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അവളുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ചോപ്സ്റ്റിക്ക് ചൈനക്കാരി ഇത് മണമെന്ന് അലക്കണ സാധനം കൊണ്ട് നമ്മൾ ഇന്നൊരു ചലഞ്ച് ഉണ്ടാക്കാനാണ് പോണത്. ഇതും കൊണ്ട് ആരാണോ നമ്മളൊരു 2 മിനിറ്റ്സ് ഇല്ലെങ്കിൽ 3 മിനിറ്റ്സ് നമ്മൾ കൊടുക്കും. ഇതും കൊണ്ട് ചോറും മത്തിക്കറിയും ഏത് അതന്നെ. അപ്പോൾ അതും കൊണ്ട് കഴിക്കണ ഒരു വീഡിയോ. ഇതും കൊണ്ട് ആരാണോ ഫസ്റ്റ് കഴിക്കുക ഒരു 10 പൗണ്ട്. നാട്ടിൽ ഇന്നത്തെ റേറ്റ് 113 രൂപ ഒരു പൗണ്ടിനുള്ള റേറ്റ് ഉണ്ട്. അത് നമ്മൾ 10 പൗണ്ട് കൊടുക്കാനാണ് പോണത്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഏത് പൊളി വൈബ് അതന്നെ. അമൽദേവുണ്ട് ഗൈസ്, എല്ലാരും ഉണ്ട്, നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട്. അപ്പൊ നമുക്കിത് കാണാം ഇവന്മാരെന്താ ചെയ്യാൻ പോണെന്ന്. നമ്മള് ചൈനീസ് റെസ്റ്റോറൻറ്റിലുള്ള വർക്ക് ചെയ്യണം, നമുക്കറിയാം ഇത് കൊണ്ട് എങ്ങനെ കഴിക്കാന്ന്. പക്ഷെ ഇവർക്ക് അത് അറിയില്ല. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഈ സാധനം ഇവര് എന്താ ചെയ്യാൻ പോണെന്ന്. ഗൈസ് ദേ 10 പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ദേ ഇതാണ് നമ്മുടെ അളവ് പാത്രം. ഈ അളവ് പാത്രത്തിൽ നമ്മൾ 5 പേര് കയറി ചോറ് വിളമ്പും. ഇതേപോലെ ഇതിലാരാണോ ഫസ്റ്റ് നമ്മളെ കഴിച്ചു കഴിയണേ ഈ 10 പൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കും. ഇതില് ഇവളാന്നൊക്കെ അവള് പറയണേ, പക്ഷെ നമുക്കറിയാം സ്റ്റോപ്പ് സ്റ്റിക്ക് പിടിക്കാൻ അറിയാത്ത ആൾക്കാരെ കാഴ്ച ഇവിടെ. നമുക്ക് എന്തായാലും നോക്കാം ആരായിരിക്കും. ഓരോരുത്തർക്ക് വിളമ്പാൻ തുടങ്ങി. പാത്രം ഇതാണ് ഇവര് കഴിക്കുന്ന ആൾക്കാര്. പാലക്കാടൻ മട്ട ഇതിൽ കഴിക്കണം. വെറുതെ 10 പൗണ്ട് തരുന്നത് തീർച്ചയായിട്ടും കഴിച്ചേ പറ്റുള്ളൂ. അതൊന്നും പറ്റില്ല. 10 പൗണ്ട് വേണമെങ്കിൽ ഈ ചോറ് ഏത് ഈ അളവ് പാത്രത്തിലേ ഇതേപോലെ വെച്ച് കഴിക്കണം. വെറുതെ 10 പൗണ്ട് തരുന്നത് അതൊന്നും പറ്റില്ല. നീ കഴിച്ചേ പറ്റുള്ളൂ, അത്രേ ഉള്ളു. നീ കളിക്കാനുണ്ട്. നാടൻ പാലക്കാടൻ മട്ട അതിലടിച്ച് തീർക്കണവരൊക്കെ 10 പൗണ്ട്. കേസ് പറയട്ടെ, പാലക്കാടൻ മട്ട എടുത്തിട്ടാണ് ഇവര് ഈ പറഞ്ഞ ചോപ്പ് സ്റ്റിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ഹേ ഗായ്സ്, ഞാൻ നേരെ ക്യാമറ ഓടിക്കട്ടെ. ഹേ ഗായ്സ്, ഞങ്ങൾ ഇതേപോലെ ഞാൻ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യണം. അവര് പാലക്കാടൻ മട്ട അല്ലെങ്കിൽ കൂടെ സംഭവം ഞങ്ങൾ കഴിക്കുന്നതാണ്. ചോറ് ഉൾപ്പെടെ എല്ലാം കഴിക്കണം. ഈ ഇവര് 2 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഇവൻ പാലക്കാടൻ മട്ട കഴിച്ചില്ലെങ്കിൽ ഈ പൈസ അവൻ തന്നെ എടുത്തോട്ടെ, കുഴപ്പമില്ല. അത് ഞാൻ പറയില്ല. ഞാൻ ഇത് സിമ്പിൾ അല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ 10 പൗണ്ട് കൊടുക്കണേ. അല്ലാത്ത പക്ഷെ ഞാൻ കൊടുക്കില്ല. എന്താ പറയാ, ചോറല്ല ഇത്, മാഗി നൂഡിൽസ്. അത് സിമ്പിൾ ആണ്, ഇത് ചുരുട്ടി എടുക്കാൻ പറ്റും. നൂഡിൽസ് ആണ് ഏറ്റവും ടഫ് കഴിക്കാൻ. അല്ലല്ല, നൂഡിൽ ഏറ്റവും സിമ്പിള്, ചോറ് ആണ് നമുക്ക് ടഫ്. ചോറല്ലേന്ന് വേണ്ട സാധനം. ഈ സാധനം കണ്ടുപിടിച്ച ഈ സാധനം മറ്റേ മാഗി ഒരിക്കലല്ല. ചൈനക്കാർ ഉൾപ്പെടെ എല്ലാരും ഈ സാധനം കഴിക്കും. ചോറ് ഉൾപ്പെടെ എല്ലാ സാധനം കഴിക്കും. തീർച്ചയായും അതാണ് നമുക്ക് വേണ്ട. ട്രൈ ചെയ്ത് 10 പൗണ്ട് ആർക്കാണ് കിട്ടുന്നത് അവരാണ്. ഇവൻ ആക്ച്വലി ഉടായിപ്പാ. ഇവൻ 2 കോലും തന്നിട്ട് പാലക്കാട് മട്ട കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഇത് ചൈനക്കാര് കഴിക്കണ ഇതാണ് ചോപ്പ് സ്റ്റിക്ക്. ഈ സാധനം പാലക്കാട് മട്ട കഴിച്ചിട്ടാണ് തെളിയിക്കേണ്ടത്. ഏത് ചൈനക്കാര് പാലക്കാട് മട്ട കഴിക്കുന്നു. അവിടെ സ്റ്റിക്കി റൈസ് ഗായ്സ് 10 പൗണ്ട് ഇവരിനൊക്കെ പഠിപ്പിക്കും. ട്യൂട്ടോറിയൽ നടത്താണ് ഇവിടെ. ഇത് എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് പറയും. എല്ലാവർക്കും ഒരേ അളവിനുള്ള ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോ 10 പൗണ്ടിന് വേണ്ടിയുള്ള മത്സരം തുടങ്ങിയിരിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആരാണ് ആദ്യം കഴിക്കാൻ നോക്കാതെ? എല്ലാവർക്കും ഒരേ അളവിനുള്ള ചോറാണ് ഇട്ടിട്ടും പ്ലസ് മീൻകറി. ദെച്ചു ആണ് സ്കോർ ചെയ്യുന്നത് ഇവിടെ. ആരാണ് ആ ചോറ് ആദ്യം കഴിക്കുന്നത് നോക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ വീഡിയോ ഉണ്ട്, ചിലപ്പോ കണ്ടില്ല എന്ന് വരും, പ്രശ്നമില്ല. ഓക്കെ, മത്സരം തുടങ്ങിയിരിക്കുകയാണ്. 30 സെക്കൻഡ് ആയിരിക്കുന്നു. ആരാണ് ആദ്യം കഴിക്കുന്നത് നമുക്ക് നോക്കാം. യൂട്യൂബർ മണേ നടക്കാണ് ഗായ്സ്. എല്ലാരും ആർമാദിച്ച് മത്സരിക്കുകയാണ്. ആരാണ് മത്സരിക്കുന്നത്? തെച്ചു ആണ് കുറച്ചും കൂടെ നമ്മുടെ ചൈനക്കാര് കഴിക്കുന്ന പോലെ തെച്ചാണ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഫുള്ള് പ്ലേറ്റ് മൊത്തം ക്ലീൻ ആവണം. 10 പൗണ്ടുള്ള മത്സരത്തെ അറിഞ്ഞാൻ പറഞ്ഞ മണേന്ന് കഴിക്കുന്ന ടീംസ്. ഓ മാൻ, ഇല്ല ഞാൻ ഒരിക്കലും ചോദിക്കില്ല. നീ ഇത് കഴിച്ച് നീ 10 പൗണ്ട് മേടിച്ചാൽ നിനക്കാണ് ഈ 10 പൗണ്ട്. ചോർന്ന് പോവാന്നോ?
ചോറ് സ്റ്റിക്കി റൈസ് അതിന് കുറച്ചുകൂടി മെച്ചായിരുന്നു. ഒരിക്കലും ഇല്ല. സ്റ്റിക്കി റൈസ് നിങ്ങൾക്ക് എനിക്കറിയാം. ന്യൂഡിൽസോ സ്റ്റിക്കി റൈസോ കഴിക്കുന്നതും എനിക്ക് നന്നായിട്ട് അറിയാം ഈ സാധനത്തില്. പക്ഷെ അതുകൊണ്ടാണ് ഈ സാധനം തന്നത്. ആ കുറച്ചും കൂടി ഉള്ളു. നീ മണമണേന്ന് കഴിച്ചൂലടി. നീ എന്തത് കളയണ്ടേ കൂടെ? ആ അത് മടിയിലൊക്കെ കഴിക്കണോടാ. ഫുള്ള് കളയാൻ പറ്റില്ലേ? പാന്റിലൊന്നും കളയാൻ പറ്റില്ല. ആ സാധനം എടുത്ത് ആ ആര് വെയിനായാലും ശരി, നീ ആരായാലും ശരി. ഞാൻ അപ്പളും പറഞ്ഞു ഇവളായിരിക്കും മിക്കവാറും ജയിക്കാന്ന്. ഇവള് ഇല്ല ഇല്ല ഗൈസ്, ഇവൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. കുറച്ചുകൂടെ ഉള്ളൂ. എന്റെ മോനെ ഇല്ല കഴിഞ്ഞില്ല. ഫുള്ള് കഴിക്കണം. പ്ലേറ്റ് ഫുള്ള് ക്ലീൻ ആണ്. മത്തി പിന്നെ ആര് തിന്നുന്നതിന്റെ ഒരുത്തൻ കഴിച്ചു ഗൈസ്. ഓ മൈ ഗോഡ്. അവൻ മാത്രം കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അവൻ കഴിച്ചതേ 2.5 മിനിറ്റ് കൊണ്ട് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട്. ഗൈസ് പറഞ്ഞ പോലെ ഇവൻ തന്നെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇവൻ കയ്യും കഴുകി ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ആകെ കൂടി ഇവള് കഴിച്ച്, പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. വേറെ അടുത്ത് കഴിച്ചതേ കഴിച്ചല്ല, താഴത്താണ്. മരണ പോരാട്ടായിരുന്നു ഗൈസ്. ലാസ്റ്റ് യൂട്യൂബർ തന്നെ വിജയിച്ച് 10 പൗണ്ട് നാട്ടിലെ. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നേ. 10 പൗണ്ട് നമ്മള് കൊടുക്കും. മറ്റേ 1001 ഒരു സെറ്റപ്പ് സാധനം നമ്മള് കൊടുക്കാണ് അവന് വേണ്ടിട്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ തീരുന്നു. ചലഞ്ച് വീഡിയോ ഇവൻ കൊണ്ടുപോയി ഗൈസ്. എന്റെ 10 പൗണ്ട് പോയി. ഞാൻ വിചാരിച്ചില്ല ഇവനെ അറിയുന്നു. പക്ഷെ ഇവന് വേറെ കേസുണ്ട്. യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് എങ്ങനെ കഴിക്കണം എന്ന്. ഇവരെല്ലാരും അങ്ങനെയാണ് പഠിച്ചിരിക്കണത്. യൂട്യൂബ് നോക്കിയിട്ട് സംഭവം എല്ലാം ഓക്കെയാണ്. ലാസ്റ്റ് ഇവൻ തന്നെ കൊണ്ടുപോയി 10 പൗണ്ട് ഞാൻ കൊടുക്കുകയാണ്. 10 പൗണ്ട് 10 പൗണ്ട് കിട്ടി ഗൈസ്. ലാസ്റ്റ് വിജയിച്ച് വിജയശ്രീ ലാളിതനായിട്ട് അവന് ഓ യു ഡ്രീംസ് ഫോളോ ചെയ്തോണ്ട് ഇവൻ ഗീവ് ചെയ്തെന്നാ പറയണ. പക്ഷെ തരില്ല, അവൻ പറ്റിപ്പാണ് ഗൈസ്. ഇവൻ പറ്റിപ്പാ. എന്റെ കാശ് പോയിന്ന് മാത്രം. അടുത്ത ചലഞ്ച് അതെ തീർച്ചയായിട്ടും മന്തിയല്ല. അവള് നിലത്ത് കളഞ്ഞാലും ശരി, ഇതേപോലെ നിലത്ത് കളഞ്ഞാലും ശരി, പക്ഷെ അവളെ ജയിച്ചെന്ന് പറയുന്ന കരയുണ്ട്. നമ്മൾ അവൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം 5 പൗണ്ട് കൊടുക്കുന്നതായിരിക്കും. നാട്ടിൽ 500 രൂപ. ഏത് വൈബ്, പൊളി വൈബ്. അത് വിഷുവിന് ഞാൻ അവൾക്ക് ഞാൻ 2 നോട്ട് കൊടുത്ത് 1 നോട്ടേ ഞാൻ മേടിച്ചുള്ളൂ. അതൊരു തെറ്റാന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ അത് നല്ല പ്രശ്നം. തെച്ചൊന്നുമില്ല. 5 പൗണ്ട് സമ്മാനമായി നേടിയത് സെക്കൻഡ്. സെറ്റ് ഓക്കെ അല്ലേ? സന്തോഷായില്ലേ? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. പിന്നെ 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 ആ സെറ്റ്.